Welcome to the channel Study with Gladys. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളേജ് പാർട്ട് 1. So friends, let's get started. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ. പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓരോ സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾക്കറിയാം ഹ്യൂമൻ ബീങ്സിന് 5 സെൻസ് ഓർഗൻസ് ഉള്ളത്. ഈ 5 സെൻസ് ഓർഗൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിന് കാരണം റിസെപ്റ്റേഴ്സ് ആണ്. വാട്ട് ആർ റിസെപ്റ്റേഴ്സ്? Receptors are specialized cell which receive stimuli. സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാൻ പറ്റിയ സ്പെഷ്യലൈസ്ഡ് സെൽസിനാണ് നമ്മൾ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ 5 സെൻസ് ഓർഗൻസിന്റെ റിസെപ്റ്റേഴ്സ് ഫസ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെൻസ് ഓർഗൻ ഐ. അതിന്റെ റിസെപ്റ്റർ ഫോട്ടോ റിസെപ്റ്റർ. നെക്സ്റ്റ് ഇയർ. അതിന്റെ റിസെപ്റ്റർ ഓഡിറ്ററി റിസെപ്റ്റർ. നെക്സ്റ്റ് സെൻസ് ഓർഗൻ നോസ്. അതിൻ്റെ റിസെപ്റ്റർ ഓൾഫാക്ടറി റിസെപ്റ്റർ. നെക്സ്റ്റ് ടങ്. റിസെപ്റ്റർ ടേസ്റ്റ് റിസെപ്റ്റർ. ആൻഡ് ലാസ്റ്റ് സ്കിൻ. സ്കിന്നിൻ്റെ കേസിൽ നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റിസെപ്റ്റർ പറയാൻ പറ്റില്ല. കാരണം സ്കിന്നിലൂടെ നമുക്ക് പെയിൻ, ടച്ച്, ഹോട്ട്, കോൾഡ് എല്ലാം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സ്കിന്നിൻ്റെ റിസെപ്റ്റർ വേരിയസ് ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ്. ഇനി ഓരോ സെൻസ് ഓർഗനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് സെൻസ് ഓർഗൻ ഐസ്. സ്പെല്ലിംഗ് EYES ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ ഐസ് എന്നാണ്. ഐസിന്റെ പാർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഐസിന്റെ പൊസിഷനും അതിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സ്കള്ളിൽ 2 ഡിപ്രഷൻസ് ഉണ്ട്. ഈ ഡിപ്രഷൻസിന് ഐ സോക്കറ്റ് എന്ന് പറയും. ഐ സോക്കറ്റിലാണ് ഐ ബോൾസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ഐ മസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഐ ബോൾസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ഐ മസിൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഐ ബോൾസ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളൊരു മിററിലൂടെ നോക്കുമ്പോൾ നമ്മൾക്ക് ഐബ്രോസ് കാണാൻ പറ്റുന്നുണ്ട്, ഐ ലാഷസ് കാണാൻ പറ്റുന്നുണ്ട്, ഐ ലിഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്വെറ്റ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഐസിലേക്ക് വരാതിരിക്കാനാണ് ഐബ്രോസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇൻസെക്ട്സ് ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഐസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ ലാഷസും ഐ ലിഡ്സും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടിയേഴ്സ്. ടിയേഴ്സ് നമ്മുടെ ഐസിന്റെ പുറം ഭാഗത്തിന് ക്ലീനും ലൂബ്രിക്കേറ്റും ആക്കും. ലൂബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത്. ടിയേഴ്സിൽ ലൈസോസൈം എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈം നമ്മുടെ ഐസിൽ വരാൻ സാധ്യതയുള്ള ജേംസിനെല്ലാം ഡിസ്ട്രോയ് ചെയ്യും. ലാസ്റ്റ് കൺജക്റ്റിവ. കൺജക്റ്റിവയാണ് നമ്മുടെ ഐസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട്. കൺജക്റ്റിവയും ഒരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മ്യൂക്കസ് നമ്മുടെ ഐസിന്റെ പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഐസിന്റെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ഐസിന്റെ പൊസിഷനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾക്ക് ഐസിന്റെ പാർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐസിന് മെയിൻ ആയിട്ട് 3 ലെയേഴ്സ് ആണുള്ളത്. ദേ ആർ സ്ക്ലേറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സ്ക്ലേറ. സ്ക്ലേറ നമ്മളുടെ ഐസിന് ഫേംനെസ് നൽകും. അത് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് ഫോം ചെയ്തത്. ഐസിന്റെ മിഡിൽ ലെയർ ആണ് കൊറോയിഡ്. കൊറോയിഡിൽ നമ്മൾക്ക് ഒരുപാട് ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും. ലാസ്റ്റ് റെറ്റിന. ഐസിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് റെറ്റിന. റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. ഇനി നമ്മൾക്ക് ഓരോ ലെയേഴ്സിലുള്ള പാർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലെയർ സ്ക്ലേറ. സ്ക്ലേറയിൽ 2 മെയിൻ പാർട്സ് ഉള്ളത്. They are cornea and conjunctiva.
ആയിട്ട് ഒരു പാർട്ട് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് കോർണിയ. ലൈറ്റ് റേസിന് ഐസിന്റെ അകത്തേക്ക് റിഫ്രാക്ട് ചെയ്യുന്നത് കോർണിയയിലൂടെയാണ്. നെക്സ്റ്റ് കൺജക്റ്റിവ. കോർണിയ ഒഴികെ ബാക്കി വരുന്ന സ്ക്ലെയറിന്റെ പാർട്സ് ആണ് കൺജക്റ്റിവ. കൺജക്റ്റിവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺജക്റ്റിവയിൽ ഒരു മ്യൂക്കസ് ഉണ്ട്. ആ മ്യൂക്കസ് നമ്മുടെ ഐസ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ലെയർ കൊറോയിഡ്. കൊറോയിഡിൽ 4 മെയിൻ പാർട്സ് ഉള്ളത്. ദേ ആർ ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ് ആൻഡ് സിലിയറി മസിൽസ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് ഐറിസ്. കോർണിയന്റെ തൊട്ട് പുറകെ കാണുന്ന ഈ ഐറിസിൽ മെലാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ആണ് ഐസിന് കളർ നൽകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചില ആളുടെ ഐസ് ബ്ലൂ ആയിട്ട് കാണാൻ പറ്റുന്നത്, ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റുന്നത്, ബ്രൗൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് പ്യൂപ്പിൾ. ഐറിസിന്റെ നടുഭാഗത്ത് ഒരു എപ്പേർച്ചർ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പ്യൂപ്പിൾ. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് ഈ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുകയും ചെയ്യും, കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പാർട്ട് ലെൻസ്. ഇലാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾക്കുള്ളത്. ചുറ്റും സിലിയറി മസിൽസിൽ ലിഗമെന്റ്സ് കൊണ്ട് കണക്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് സിലിയറി മസിൽസ്. ലെൻസിന്റെ ചുറ്റിലും കാണുന്ന സർക്കുലർ മസിൽസിനെയാണ് സിലിയറി മസിൽസ് എന്ന് പറയുന്നത്. സിലിയറി മസിൽസിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ആണ് ലെൻസിന്റെ കർവേച്ചർ ഓൾട്ടർ ചെയ്യുന്നത്. നെക്സ്റ്റ് റെറ്റിന. റെറ്റിനയില് മെയിൻ ആയിട്ട് 3 പാർട്സ് ഉള്ളത്. ദേ ആർ യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് ഒപ്റ്റിക് നെർവ്. യെല്ലോ സ്പോട്ടിൽ നമുക്ക് ഒരുപാട് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ഉള്ള ഒരു സ്പേസ് ആണ്. നെക്സ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്. ഒപ്റ്റിക് നെർവ് ബിഗിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ലാസ്റ്റ് ഒപ്റ്റിക് നെർവ്. നമുക്കറിയാം റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന്. റിസെപ്റ്റേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ സ്റ്റിമുലൈനെ ഇമ്പൾസസ് ആക്കി മാറ്റലാണ്. ഈ ഇമ്പൾസസ് സെറിബ്രത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പാത്വയാണ് ഒപ്റ്റിക് നെർവ്. ഇനി നമ്മൾക്ക് ഐസിലുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐസിൽ മെയിൻ ആയിട്ട് 2 ഫ്ലൂയിഡ്സ് ആണ് ഉള്ളത്. They are aqueous humor and vitreous humor. കോർണിയന്റെയും ലെൻസിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിന് നമ്മൾ എക്വസ് ചേംബർ എന്ന് പറയും. ഈ ചേംബറിൽ കാണപ്പെടുന്ന ഒരു വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ് എക്വസ് ഹ്യൂമർ. എക്വസ് ഹ്യൂമർ ബ്ലഡിൽ തന്നെ ഫോം ചെയ്യുകയും ചെയ്യും, അത് ബ്ലഡിൽ തന്നെ റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യും. എക്വസ് ഹ്യൂമർ നമ്മുടെ ഐസിന്റെ ടിഷ്യൂസിന് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഐസിന് ഒരു നറിഷ്മെന്റ് ഫീൽ ഉണ്ടാവും. നെക്സ്റ്റ് വിട്രിയസ് ഹ്യൂമർ. ലെൻസിന്റെയും റെറ്റിനന്റെ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. ഈ ചേംബറിൽ കാണപ്പെടുന്ന ഒരു ജെൽ ഫോം ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ ആണ് നമ്മുടെ ഐ ബോളിന് ഷേപ്പ് നൽകുന്നത്. ഇനി ഐസിലുള്ള മസിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐസിൽ മെയിൻ ആയിട്ട് 3 മസിൽസ് ഉള്ളത്. They are ciliary muscles, circular muscles and radial muscles. നമ്മൾക്കറിയാം ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുകയും ചെയ്യും, കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഫിനോമിനനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും. ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ കോൺട്രാക്ട്സ്. ഇനി ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണെങ്കിൽ, അതായത് ഡിം ലൈറ്റിലാണെങ്കിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. നമ്മൾക്ക് അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് ആയാലും ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് ആയാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സിലിയറി മസിൽസ്. നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ
ഈ സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും. നമ്മളിപ്പോ ഒരു ദൂരെയുള്ള ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുകയാണെങ്കിൽ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ലിഗമെന്റ്സ് കോൺട്രാക്ട് ചെയ്യും, അത് സ്ട്രെച്ച് ചെയ്യും. ആ സമയത്ത് ലെൻസിന്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്യും. ലെൻസിന്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ടും നിങ്ങൾക്ക് ഒപ്പരം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും കർവേച്ചർ ചേഞ്ച് ചെയ്യാനും ഉള്ള നമ്മളുടെ ഐസിന്റെ എബിലിറ്റിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് നമ്മളുടെ ലെൻസിലുള്ള കർവേച്ചർ ചേഞ്ച് ചെയ്യാനും ഒബ്ജക്ട്സിന്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ ഐസിന്റെ എബിലിറ്റിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമ്മൾക്കറിയാം റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന്. റോഡ് സെൽസും കോൺ സെൽസുമാണ് ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. റോഡ് സെൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് റോഡ് സെൽസിനെ കുറിച്ച് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. റോഡ് സെൽസിൽ റിഡോപ്സിൻ എന്ന് പറഞ്ഞൊരു വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്. ഐ റിപ്പീറ്റ്, റിഡോപ്സിൻ. റിഡോപ്സിൻ ഫോം ചെയ്തത് ഓപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനിൽ നിന്നും റെറ്റിനൽ എന്ന് പറഞ്ഞ വിറ്റമിൻ എന്റെ ഡെറിവേറ്റീവിൽ നിന്നുമാണ്. ഈ റോഡ് സെൽസ് ഡിം ലൈറ്റിലും ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ഡിം ലൈറ്റിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ റോഡ് സെൽസിന് കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഡിം ലൈറ്റിൽ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. നെക്സ്റ്റ് കോൺ സെൽസ്. കോൺ സെൽസിലുള്ള പിഗ്മെന്റ് ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. ഈ ഫോട്ടോപ്സിനും ഫോം ചെയ്തത് ഓപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനിൽ നിന്നും റെറ്റിനൽ എന്ന് പറഞ്ഞ വിറ്റമിൻ എന്റെ ഡെറിവേറ്റീവിൽ നിന്നുമാണ്. കോൺ സെൽസ് 3 ടൈപ്പ് ഉണ്ട്. പ്രൈമറി കളേഴ്സ് ആയ ഗ്രീൻ, ബ്ലൂ, റെഡ്. ഈ മൂന്നിനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്പാണ് കോൺ സെൽസ് ഉള്ളത്. കോൺ സെൽസ് 3 ടൈപ്പ് ആവാനുള്ള കാരണം നമ്മൾക്കറിയാം കോൺ സെൽസിൽ ഓപ്സിൻ മോളിക്യൂൾ ഉണ്ട്. ഓപ്സിൻ ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനിലുള്ള എമിനോ ആസിഡ്സിന്റെ ഡിഫറൻസ് കാരണമാണ് കോൺ സെൽസ് 3 ടൈപ്പായിട്ട് മാറിയത്. ഇനി നമ്മൾക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. റോഡ് സെൽസ് ഉണ്ട്, കോൺ സെൽസ് ഉണ്ട്. റോഡ് സെൽസിന്റെ പിഗ്മെന്റ് റിഡോപ്സിൻ ആണ്. കോൺ സെൽസിന്റെ പിഗ്മെന്റ് ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ ആണ്. റോഡ് സെൽസിന്റെ ഷേപ്പ് റോഡ് ഷേപ്പ് ആണ്. കോൺ സെൽസിന്റെ ഷേപ്പ് കോൺ ഷേപ്പ് ആണ്. റോഡ് സെൽസിന്റെ ഫംഗ്ഷൻ ഡിം ലൈറ്റിലും അത് ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് ഡിം ലൈറ്റിലും നമുക്ക് ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കോൺ സെൽസിന്റെ ഫംഗ്ഷൻ കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് കെമിസ്ട്രി ഓഫ് വിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾക്കറിയാം റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന്. റോഡ് സെൽസും കോൺ സെൽസും ആണ് ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. റോഡ് സെൽസിൽ റിഡോപ്സിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് ഉണ്ട്. കോൺ സെൽസിൽ ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്. ലൈറ്റ് റേസ് വരുമ്പോൾ ഈ റിഡോപ്സിനും ഫോട്ടോപ്സിനും ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് റെറ്റിനലും ഓപ്സിനും ആവും. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. നമ്മൾക്കറിയാം ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസസ് സെറിബ്രത്തിലേക്ക് ഒപ്റ്റിക് നെർവ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഐ റിപ്പീറ്റ്, റിഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ ഉണ്ട്. ലൈറ്റ് റേസ് വരുമ്പം ഈ റിഡോപ്സിനും ഫോട്ടോപ്സിനും സ്പ്ലിറ്റ് ചെയ്യും അഥവാ ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് റെറ്റിനലും ഓപ്സിനും ആവും. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഈ കെമിക്കൽ ചേഞ്ച് കാരണം അവിടെ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസസ് സെറിബ്രത്തിലേക്ക് ഒപ്റ്റിക് നെർവ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നമ്മൾക്ക് സെൻസ് ഓഫ് സൈറ്റിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ലൈറ്റ് റേസ് വരുന്നുണ്ട്. ലൈറ്റ് റേസ് കോർണിയ പാസ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് എക്വസ് ഹ്യൂമർ ഉണ്ട്. നെക്സ്റ്റ് പ്യൂപ്പിൾ, ലെൻസ്, വിട്രസ് ഹ്യൂമർ, റെറ്റിന. റെറ്റിനയിൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസസ് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലേക്ക് എത്തും. ഐ റിപ്പീറ്റ്, കോർണിയ, എക്വസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രസ് ഹ്യൂമർ, റെറ്റിന, ഇമ്പൾസസ്, ഒപ്റ്റിക് നെർവ്, സെറിബ്രം. നമ്മളൊരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഇമേജ് റെറ്റിനയിലേക്ക് എത്തുമ്പോഴേക്ക് അത് സ്മോൾ ആവും, റിയൽ ആവും, ഇൻവേർട്ടഡ് ആവും. കാരണം ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ രണ്ട് ഭാഗങ്ങളിലുള്ള രണ്ട് ഇമേജസ് നമ്മുടെ രണ്ട് ഐസിലും ഫോം ചെയ്യും. ഈ ഇമേജസ് ബ്രെയിനിലുള്ള വിഷ്വൽ സെന്ററിൽ പോയിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ഫോം ചെയ്യും. ഈ ഒരു ഫിനോമിനയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ബൈനോക്കുലർ വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.